+2 എക്സാം റിസൾട്ട് ഇന്നലെയാണ് അനൗൺസ് ചെയ്തത്. ശരിക്കും ഇത് അനൗൺസ് ചെയ്തതിന് ശേഷം പ്രതിപക്ഷത്തിലെ എന്താ പറയുന്നത്, ഇപ്പൊ രണ്ട് പാർട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ആശയപരമായിട്ടുള്ള വിമർശനത്തിന് ഉപരിയായിട്ട് ട്രോളുകൾ ക്രിയേറ്റ് ചെയ്യുന്ന വലിയൊരു സംഘടനയുണ്ട്. എല്ലാവരും അവരുടെ ട്രോളുകൾ ക്രിയേറ്റ് ചെയ്യും. കഴിഞ്ഞ ഭരണസമിതിയിലെ ട്രോളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ളത് വി ശിവൻകുട്ടിയാണ്. ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ല, ശരിക്കും വിദ്യാഭ്യാസം ഉള്ള ആളാണ്. പക്ഷേ വിദ്യാഭ്യാസമില്ല എന്ന് ഈ നാട്ടിലെ വിദ്യാഭ്യാസം ഉള്ളവരോട് ചോദിച്ചാൽ പോലും പറയും വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയും. പിന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ വ്യക്തതയില്ല. അദ്ദേഹത്തിന് ശരിക്കും രോഗാവസ്ഥ കൊണ്ട് വിറയലുണ്ട്. അപ്പൊ അതുവരെ വെച്ചിട്ട് അവർ ഒരുപാട് ട്രോളുകളും ഭയങ്കരമായ, നമ്മൾ കമന്റുകളിലൂടെ വായിച്ചു പോയാൽ ഒരുപാട് അസഫ്യം നിറഞ്ഞ വാക്കുകൾ എന്ന് അദ്ദേഹത്തെ ഒരുപാട് നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വി ശിവൻകുട്ടി ഒരുപാട് പേർ ഇവർ ട്രോൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെ +2 റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ ഇത്തവണത്തെ മുസ്ലിം ലീഗിന്റെ UDF എഡ്യൂക്കേഷൻ മിനിസ്റ്ററായ എൻ ഷംസുദ്ദീന്റെ വായിൽ നിന്ന് ഇവർക്ക് കിട്ടി കർമ്മ എന്ന് തന്നെ പറയാം, ഒരു അവസരം വീണ് കിട്ടി. അപ്പൊ അതിനെ വെച്ചിട്ട് അതിനെ സിങ്ക് ചെയ്തിട്ട് ഒരു വീഡിയോ കൂടെ ഉണ്ട്. സതീശന്റെ വാക്കുകൾ, വി.ഡി. സതീശൻ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറയുന്ന ഒരു വാക്കും കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. പരീക്ഷയിൽ 2,09,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 2,09,398 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാൻ?